കേരളത്തിൽ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഒരു ആൾക്കാരുടെ ഇടയിൽ ഒരു ചർച്ച തന്നെ ഉടലെടുത്തത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. ഞാൻ അതിൻ്റെ ഒരു അനുഭവസ്ഥനാണ്. ഞാൻ 1987 കാലഘട്ടത്തിലാണ് തിരുവനന്തപുരത്ത് ഒരു ജേർണലിസ്റ്റായിട്ട് കലാകൗമുദിയിൽ വരുന്നത്. അന്ന് ആ സമയത്ത് കെ കരുണാകരൻ 87 കാലത്ത് കെ കരുണാകരൻ കേരളം ഭരിക്കുന്ന സമയത്താണ് ആലപ്പുഴ സ്വദേശിയായ PM ആൻ്റണിയുടെ ഒരു നാടകം, അത് ക്രിസ്തുവിൻ്റെ 6-ാം തിരുമുറി എന്ന് പറയുന്ന നാടകം, അതായത് ലോകപ്രശസ്ത എഴുത്തുകാരനായ കസാൻ സാക്കീസിൻ്റെ ലാസ്റ്റ് ടെംപ്ടേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തെ അധികരിച്ച് എഴുതിയ നാടകമായിരുന്നു. അപ്പോൾ ഈ നാടകം അവിടെ അങ്ങിങ്ങ് കളിച്ചു തുടങ്ങിയ സമയത്ത് തൃശ്ശൂർ ബിഷപ്പായിരുന്ന ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് കുണ്ടുകുളം ഈ നാടകത്തിനെതിരായിട്ട് ക്രിസ്ത്യാനികളെ അപമാനിക്കുന്നതാണ്, ക്രിസ്തുവിനെ അപമാനിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. അതിനുശേഷം ആലപ്പുഴയിലോ അവിടെ ഇവിടെയൊക്കെ കളിക്കുന്ന സമയത്ത് തന്നെ വലിയ ബഹളമായി. ഈ സഭയുടെ ആൾക്കാർ അവിടെയൊക്കെ പോയി ബഹളം ഉണ്ടാക്കുകയും നാടകം അവസാനം തിരഞ്ഞെടുപ്പ് വരാൻ ഒരു അധിക സമയം ഇല്ലാത്തൊരു സമയത്തായിരുന്നു. 87 അവസാനത്ത് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ കോൺഗ്രസ്സുകാർ ഈ കരുണാകരൻ ഉൾപ്പെടെയുള്ളവർ ഈ അന്നത്തെ ബിഷപ്പുമാരുടെ ഭീഷണിയിൽ വഴങ്ങി നാടകം കളിക്കുന്ന സ്ഥലങ്ങളിൽ നിരോധിക്കാനായിട്ട് തീരുമാനമെടുത്തു, നിരോധിക്കുകയും ചെയ്തു. അന്ന് പക്ഷേ ആൻ്റണിയെ പിന്തുണയ്ക്കാൻ സത്യം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ടോ എന്തോ പഴയ വിമോചന സമരത്തിൻ്റെ ഓർമ്മകൾ കത്തോലിക്ക സഭയെ പിണക്കാൻ CPMന് ധൈര്യമില്ലാത്തതുകൊണ്ടോ അന്നാരും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ വലിയ കലാപമൊന്നും നടത്തിയില്ല. പക്ഷേ 87 EK നായനാരുടെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഈ നാടകം കേരളം മുഴുവൻ നിരോധിച്ചതാണ് നമ്മൾ കണ്ട ഒരു സംഭവം. ഇനി അല്പം കൂടെ ബാക്കിലോട്ട് വരാം. 1980 ഇടതുപക്ഷ കേരളത്തിലെ ആദ്യത്തെ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് 80-81 കാലത്ത് CPIയുടെ നേതാവും നാടകകൃത്തുമായിരുന്ന കണിയാപുരം രാമേന്ദ്രൻ ഭഗവാൻ കാലുമാറുന്നു എന്ന് പറയുന്ന KPSCക്ക് വേണ്ടി ഒരു നാടകം എഴുതി. ആ നാടകം അങ്ങിങ്ങി കളിച്ചു തുടങ്ങിയ സമയത്ത് കൊല്ലത്താണ് ആദ്യം, കൂനമ്പായി എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യം ആ നാടകം കളിച്ച്. അവിടെ RSSകാർ പോയി ബഹളം ഉണ്ടാക്കുകയും കല്ലെടുത്തെറിയുകയൊക്കെ ചെയ്തു. അന്ന് അതിനകത്ത് ഒരു മുഖ്യ നടനായ KPSCയുടെ ജോൺസൺ എന്ന് പറയുന്ന ആളിന് തലയ്ക്ക് ഏറ് കിട്ടി ഗുരുതരമായി പരിക്കേറ്റ് കുറേ ദിവസത്തോളം ആശുപത്രിയിലൊക്കെ കിടക്കിച്ചു. പക്ഷേ 1-2 സ്ഥലത്ത് ഇത് ബഹളം ഉണ്ടായതിനു ശേഷം CPMൻ്റെ നേതൃത്വത്തിൽ ഈ നാടകത്തിന് വലിയ സപ്പോർട്ട് കൊടുക്കുകയും നാടകം കലക്കാൻ വന്ന RSSകാരെ അടിച്ചോടിക്കുകയൊക്കെ ചെയ്തു. അതോടുകൂടി ആ പ്രശ്നം അങ്ങ് തീർന്നു. അപ്പോൾ കേരളത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന ആദ്യത്തെ ഒരു ശ്രമം നടത്തിയതും അതിന് പിന്തുണ കൊടുത്തതും CPM ആയിരുന്നു. അതാണ് 80 നടന്നത്. പിന്നീട് പക്ഷേങ്കിൽ അതേ പിന്തുണ PM ആൻ്റണി, അദ്ദേഹത്തിന് ഒരു നക്സലൈറ്റ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സഭയെ പേടിച്ചിട്ടാവാം, അന്ന് CPM ആൻ്റണിയെ പിന്തുണയ്ക്കാൻ തയ്യാറായില്ല. ആൻ്റണി അധികാരത്തിൽ വന്നപ്പോൾ ആൻ്റണിയുടെ നാടകം പെർമനൻ്റായിട്ട് കേരളത്തിൽ ബാൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം വേറൊരു